സോ വൺസ് അഗെയിൻ ഹാർട്ടി വെൽക്കം. അതേപോലെ സാറിനോട് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. എന്താ അറിയോ, സാർ വാക്ക് വലിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ പോയപ്പോ പറഞ്ഞില്ലേ ചേച്ചിയെ കൂടെ കൊണ്ടുവരാന്ന്. അതുകൊണ്ട് ചേച്ചിയെ കൂടെ വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ഈ ഒരു ആനീസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു ഫാമിലി ഷോ ആയി മാറുന്നത്. ശരിക്കും കുടുംബമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം സർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ആദ്യം സാർ എന്തായാലും സാർ ചേച്ചി വന്നു, അപ്പൊ ആദ്യം തന്നെ ചേച്ചിയോട് ഒരു കുശുമ്പ് വർത്താനം ചോദിച്ചോട്ടെ. ചേച്ചി എന്താന്നറിയോ, സാറ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞങ്ങളോട് പറഞ്ഞു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, ചേച്ചിക്ക് മെലഡി സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ സാർ എന്ത് ചെയ്യും, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് എപ്പോഴും മെലഡി സോങ്സ് പാടി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. സാർ ഒന്നും നോക്കരുത് അങ്ങോട്ട്, സത്യമായിരുന്നു ചേച്ചി? അല്ല, പാടാൻ പറഞ്ഞ പാടിത്തരും. തരുമായിരുന്നു. ഏത് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരുന്നു? മീൻ ആ സമയത്ത് ഇന്നെന്ന് പറയാൻ ഒക്കത്തില്ല, പക്ഷെ എന്നാലും അത് കുറെ പാട്ടുകളുണ്ടായിരുന്നു. മൗനം സ്വരമായി എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറെ പാട്ടുകളുണ്ട്. അപ്പൊ സാറിനെ ഞങ്ങൾ ഇനി പൂർണ്ണമായി വിശ്വസിച്ചു കേട്ടോ. സാർ എന്തായാലും നോണയൊന്നും അല്ല പറഞ്ഞ് ചേച്ചി അടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് മൗനസ്വരമായി അവള് പറഞ്ഞത് എന്റെ ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞതാണ്. ആക്ച്വലി ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നില്ല, ഞാൻ ഒരു പാട്ടും ഉണ്ടാക്കില്ല. അപ്പൊ പഴയ നമ്മുടെ ദേവരാജൻ മാഷിന്റെയും ബാബുരാജിന്റെ ഒക്കെ പാട്ടുകളാണ് ഞാൻ ഇപ്പോഴും, അതാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുക. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ എന്തെങ്കിലും പുതിയത് ഇപ്പൊ പടത്തിലെ പാട്ടൊക്കെ കമ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന നേരത്തെ അടുക്കളയിൽ ചിലപ്പോ ഇവളെ കാണാൻ പോകുമ്പോ അവിടെ റേഡിയോയില് ഇവളുടെ ഈ ഫോണുണ്ട്, ഇപ്പൊ സെല്ലിൽ അതൊക്കെ കിട്ടല്ലോ, പഴയ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കത് അല്ല, എനിക്ക് ആ നേരത്തെ അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പാട്ട് പാടുവോ? അങ്ങനെ പാടില്ല. പാട്ട് കൊറേ ഒരു മൂളിപ്പാട്ട്, പിന്നെ ബേസ് നമ്മള് നല്ല, നമ്മള് ഇന്ത്യയില് നമ്മുടെ ലോകത്തെ ഏറ്റവും നല്ല ശബ്ദത്തിന്റെ ഒരു ചെറിയ ചായ വരും, ദാസേട്ടന്റെ ശബ്ദമായിട്ട് മാച്ച് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സാർ കളിയാക്കിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും കമ്പയർ ചെയ്തത് ആരെ വെച്ചാ, ദ ഗ്രേറ്റ് ലെജൻഡിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തത്. സാരല്ലേ ചേച്ചി, നമുക്ക് അതിന്റെ കേട് തീർത്തു കൊടുത്തേക്കാം അല്ലേ? അതാ സർ, ചേച്ചി ഒരു പാട്ട് പാടുവോ? ഞാൻ സാർ പറഞ്ഞത് നുണയാണോ ഞങ്ങളൊന്ന് നോക്കട്ടെ. ചുമ്മാ ഇത്ര ആസ്വദിക്കുന്ന ചേച്ചി എന്നാ സാർ മൗനം ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് സാർ ഒന്ന് പാടിത്തരും. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ പഠിക്കോ? എന്തായാലും ചേച്ചി ഇത്രയും എന്താ പറയാ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അറ്റ്ലീസ്റ്റ് മൂളിപ്പാട്ടെങ്കിലും പാടിത്തരുന്നില്ലേ? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പാടിപ്പിക്കാം സാർ. ചേച്ചി ആ ഒരു ഇല്ലേ? ഓക്കെ. ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് എന്റെ പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്യുമ്പോ ആരോട് പറഞ്ഞാലും ഞാൻ പാടുന്ന കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്നാ പറയുള്ളൂ, ആരും മോശം പറയില്ല. പക്ഷേ ഇത് എന്ത് പഴയ പാട്ട് പോലെയുണ്ടോ? ഇതിപ്പോ ഇന്ന് ഇവിടെ വന്നിട്ട് ഈ നിങ്ങളുടെ ഈ ഒരുക്കങ്ങളുടെ നേരത്തെ ഞങ്ങൾ അവിടെ ഒരുങ്ങി മേക്കപ്പ് ചെയ്ത് റൂമിൽ ഇങ്ങനെ കുറച്ചു നേരം കാത്തിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു പാട്ട് കമ്പോസ് ചെയ്യേണ്ടതുണ്ട്, ലിറിക്സ് വന്നിട്ടുണ്ട്. ആ ലിറിക്സും ഇവളുടെ അടുത്ത് പാടി കൊണ്ടാണ് ഒരു പല്ലവി കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോ. അപ്പൊ ശരിക്കും സാർ ചേച്ചി ഈ പറഞ്ഞ പോലെ ഏതൊരു സാർ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചേച്ചിയോടാണോ? ഫസ്റ്റ് പേഴ്സൺ ഹൂ ഹിയർസ് മൈ ക്രിയേഷൻ ഈസ് പേഴ്സൺ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ പുതിയ പാട്ടുകളും കറക്റ്റ് ആയിട്ട് ടേസ്റ്റ്ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യും. നമ്മൾ അങ്ങനെ ചേച്ചി സെലക്ട് ചെയ്ത ഒരു ഹിറ്റ് സോങ് പറയും. ഒരുപാടുണ്ട്. ഒരു വേനൽ പുഴയുടെ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിലെഴുതി ഞാൻ. അത് ഞാൻ ആദ്യം ആ പാട്ടിന്റെ ഒരു ഈണം
ഉണ്ടാക്കിയിട്ട്, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റ് അല്ല. ഇവൾക്ക് കായാം പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴി. ഇവള് ഭയങ്കര ഫേസൊക്കെ അത്. അപ്പൊ എന്നെ ഇമോട്ട് ചെയ്യും. ഞാൻ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടേയിരിക്കും ഓരോരോ പാട്ടുകൾ.